ദേ കാര്യം ഞാൻ പറയാം. എന്താ ആന്റി? ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ കല്യാണം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചു. ഇത് ആന്റിക്ക് തെറ്റിപ്പറ്റിയതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാത്ത ദുർഗയും കിരണും മറ്റുള്ളവർ മുമ്പിൽ നുണ പറഞ്ഞ് നാണം കെടില്ലല്ലോ. ആള് ദുർഗയല്ലേ, അപ്പൊ പിന്നെ എന്തെങ്കിലും ഉടായിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനാ ഗിരിജെ നീ എന്റെ പാവം മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്? അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അജയൻ മരിക്കാൻ കാരണം ജയശ്രീ ആണെന്നുള്ള ധാരണയിലല്ലേ നീ ഇത്രയും നാള് ദുർഗയെ കഷ്ടപ്പെടുത്തിയത്? അതിലൊക്കെ ദുർഗ എന്ത് തെറ്റാ ചെയ്തത്? ദുർഗ ജയശ്രീയുടെ മാത്രം മോളല്ല, അവൾ എന്റെയും കൂടി ചോരെ. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ നാശത്തിന് ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ തീർത്തനെ. ഓ പിന്നെ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാൻ നീ ആരാ, ദൈവോ? ചുമ്മാ പേടിപ്പിക്കല്ല ഗിരിജയെ. പോ ജയമേ, ദുർഗയോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ആ ദേഷ്യത്തിന്റെ പുറത്തൊന്നും അല്ല. ദുർഗയും കിരണും നമ്മളെല്ലാവരെയും പറ്റിക്കുക തന്നെയായിരുന്നു. അമ്മ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയുമ്പോ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ മുത്തശ്ശി? അങ്ങനെ ചിന്തിക്കേ. നിന്റെ അമ്മയെ എനിക്കറിയാവുന്നത്ര നിനക്കറിയില്ലല്ലോ. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അവരെ തോൽപ്പിക്കാൻ ഇവൾ എന്തും ചെയ്യും. അതുപോലൊരു നുണക്കഥ മാത്രാണിത്. അതെ, അല്ലാതെ ഒരു കല്യാണ നാടകം കളിക്കാൻ മാത്രം കുരുട്ടുബുദ്ധി ഒന്നും ദുർഗയ്ക്കില്ല. ശരി, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ കരുതിക്കും. അധികം താമസിക്കാതെ ഈ സത്യം തെളിയും. അപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ശരി, പറഞ്ഞോളാം. ദുർഗമോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ വിശ്വാസം പലതവണ തെറ്റിയതാണെന്നുള്ള കാര്യം എന്റെ അമ്മ മറക്കണ്ട. നീ വാടി അഞ്ചു, ഇവർ രണ്ടുപേരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെളിവ് സഹിതം ബോധ്യപ്പെടുമ്പോ രണ്ടും വിശ്വസിച്ചോളൂ. വാ ചെല്ല്. എന്തൊക്കെ അമ്മ ഇവളീ പറയുന്നത്? ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ദേവാ? നിന്റെ പെങ്ങളുടെ സ്വഭാവം നിനക്ക് അറിയുന്നല്ലേ? വസുമതി പറഞ്ഞ വിവരക്കേട് കേട്ടിട്ടുള്ള തുള്ളലാണിത്. നിന്റെ ഭാര്യ ഇവിടുന്ന് പോയിരിക്കുന്നതേ ഗർഭിണിയായ മോളെ നോക്കാനൊന്നല്ല, ദുർഗയെ ദ്രോഹിക്കാനാ. ഇങ്ങനെ കുശുമ്പ് പിടിച്ച രണ്ടെണ്ണം കഷ്ടം. എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചെറിയമ്മ ഞങ്ങളെല്ലാരും വിളിച്ചിരുത്തിയിട്ട് എന്താ ഒന്നും പറയാത്തെ? പറയാം. എന്തോ പുതിയ പ്രശ്നമാണെന്ന് തോന്നല്ലോ. അതെ, ഞാൻ എന്തെങ്കിലും പറയുന്നത് പ്രശ്നം ഉണ്ടാക്കാനാണോ? എന്റെ പൊന്നി ചേച്ചി, സസ്പെൻസ്ഡായ കാര്യം അങ്ങ് പറയിച്ച് ഇതെന്ത് സിനിമ? അത് വേറൊന്നുമല്ല. നമ്മുടെ ദുർഗയും കിരണും ഇല്ലേ, അവർക്കെന്താ? അവരുടെ കല്യാണം ഒരു എടുത്തുചാട്ട കല്യാണമായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാ ചടങ്ങുകളോടും കൂടി ഭംഗിയായി നടത്തിക്കൊടുത്താലോ എന്നൊരാലോചന. കല്യാണം നടത്തി കൊടുക്കാനാ? സത്യം പറഞ്ഞ ഇതെന്റെ ആഗ്രഹം. ദുർഗയെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും അവൾ എന്റെ മോളെ പോലെ തന്നെയാ. ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഇവരെല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്തു. അല്ല, നിങ്ങൾ നാലുപേരും ചേർന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ? ഞങ്ങൾക്ക് നല്ല രീതിയിലൊന്നും ചിന്തിക്കാൻ പാടില്ലെന്നുണ്ടോ? അതെ, ആദ്യം എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ അഷിയുടെ അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അത് എതിർക്കാനും തോന്നിയില്ല. അതെ, അതാ നിങ്ങളോടെല്ലാം അഭിപ്രായം ചോദിക്കാമെന്ന് കരുതി എല്ലാവരും വിളിച്ചു വരുത്തിയത്. ആന്റിക്ക് അതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? അതെ, വസുമതി ചേച്ചി ഇങ്ങനൊരു ആഗ്രഹം പറയുമെന്ന് ഞാനും കരുതിയില്ല. ഇതിപ്പോ എന്റെ ആഗ്രഹം മാത്രമല്ല, ദേവേട്ടന്റെയും അമ്മയുടെയും കൂടി ആഗ്രഹം. അവർക്ക് വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുമല്ല, മുത്തശ്ശിയുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ നമ്മുടെ ദുർഗയുടെ കല്യാണമായിരുന്നു. പ്രായമായ മുത്തശ്ശിയുടെ സ്വപ്നം നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയ അതൊരു നല്ല കാര്യമല്ലേ?
അത് മാത്രമല്ല പൂർണിമേ, നിന്നെ വിശ്വസിച്ച് ഇവിടെ വന്നു കയറിയതല്ലേ അവര്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നിന്നോട് അവർക്കുള്ള വിശ്വാസം കൂട്ടും. ദേ, സത്യം പറഞ്ഞ അവരിവിടെ വന്നത് ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ആലോചിച്ചപ്പോ ഒരേ വീട്ടിൽ താമസിക്കുന്നവർക്ക് തമ്മില് എന്തിനാ വാശിയും വഴക്കൊന്നും തോന്നി. അതാ ഞാനും വസുമതിയും സപ്പോർട്ട് ചെയ്യാന്ന് കരുതിയത്. അല്ല, നിങ്ങളാരും എന്തൊന്നും മിണ്ടാത്തെ? ഞങ്ങളുടെ തീരുമാനം ശരിയല്ലേ? എന്തിന്? ഹ, ഓ അവരൊന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇനി എന്തിന് കല്യാണം? ഓ വെറുതെ പണം കളയാന്നല്ലാതെ എന്തുവാ ഗുണം? ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവര് പണത്തിന്റെ കണക്ക് നോക്കിയല്ലല്ലോ മറ്റുള്ളവരെ സഹായിക്കുന്നത്. പിന്നെന്തിനാ സഹദേവ ഇങ്ങനൊരു വർത്തമാനം? അതെ, പൂർണിമയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. എങ്കി പിന്നെ സമയം കളയണ്ട, ദുർഗയും കിരണിനെ വിളിച്ച് ആ കാര്യം ചോദിച്ചാ പോരെ? അവർക്ക് സന്തോഷാവുമല്ലോ. ഞാൻ തന്നെ വിളിക്കാം. ദുർഗേ, കിരണേ, രണ്ടുപേരും ഒന്നിങ്ങ് വന്നേ. അല്ല, ഇതിന്റെയൊക്കെ ആവശ്യം എന്തുവാ? ചെറിയമ്മ എന്താ വിളിച്ചത്? നിന്നോടെ ഒരു പ്രധാന കാര്യം പറയാനാ വിളിച്ചത്. ദേ, കാര്യം ഞാൻ പറയാം. എന്താ ആന്റി? ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ കല്യാണം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചു. പിന്നെ നിന്റെയും കിരണിന്റെയും സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെ, സന്തോഷായില്ലേ രണ്ടാൾക്കും? പിന്നെ സന്തോഷാവാതിരിക്കോ? അല്ലേ ദുർഗേച്ചി? ഇവരുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട് ദുർഗേ. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. ഞങ്ങൾ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മിണ്ടാത്തെ? അതെ, കല്യാണത്തിന് രണ്ടുപേർക്കും സമ്മതമല്ലേ? പറ ദുർഗേ. താങ്ക്സ് ആന്റി.